നമ്മോടൊപ്പം ഇന്ന് അതിഥിയായി ചേരുന്നത് കേരളത്തിന്റെ അഭിമാനമായ തിരുവനന്തപുരത്തിന്റെ മിടുമിടുക്കിയായ അനുഷയാണ്. സ്വാഗതം അനുഷ. പ്രേക്ഷകർക്ക് ഇപ്പോൾ ആളിനെ കാണുമ്പോൾ മനസ്സിലാകുമോ എന്നറിയില്ല. പക്ഷേ പാർലമെന്റിൽ പോയി അംബേദ്കർ ജയന്തിയുടെ ആ ഒരു ദിവസം നമ്മുടെ തിരുവനന്തപുരം കേരളീയരെ പ്രതിനിധീകരിച്ചുകൊണ്ട് നല്ല മിടുമിടുക്കിയായിട്ട് അനുസ്മരണ പ്രസംഗം നടത്തിയൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു സന്തോഷത്തിന്റെ നിറവിൽ നിൽക്കുകയാണ്. ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ അനുഷ നടത്തിയ ആ ഒരു വേദിയിലെ ആ ഒരു പ്രസംഗമാണ് ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? A very good morning to one and all present here. I'm reminded of the words of our very own President Srimati Draupadi Murmu when she was addressing a convocation recently. She said, Dr. Bhimrao Ambedkar मेरे लिए भगवान समान है क्योंकि उन्होंने कुछ ऐसा किया था जिसके कारण आज मैं आपके सामने खड़ी हूँ. He's like a god to me because he did something which has made me to stand in front of you in the position where I am today. So what exactly did Dr. Bhimrao Ambedkar do, which our president was talking about? Well, to know that, one has to know his story, his life, and above all, what he has lived for. As a young boy, he was forced to sit outside his classroom, couldn't touch the same pot as his classmates, was refused an education in Sanskrit, and had to face much more discrimination at every stages of his life just for being born into a suppressed caste. But these did not deter him from his goals. ഈ നിമിഷം എന്താണ് തോന്നുന്നത്? ഞാൻ കുറേ കോമ്പറ്റീഷൻസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് കിട്ടിയ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വെന്യൂ ആണ് പാർലമെന്റ് ഹാൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിനുള്ള കുറച്ച് ഭാഗം, എനിക്ക് മുഴുവൻ പറഞ്ഞില്ലെങ്കിലും ആ പ്രസംഗത്തിന്റെ കുറച്ച് ഭാഗം പ്രേക്ഷകർക്കായിട്ട് लास्ट कोट वाला इंसानों को गुलाम बनाकर हजारों बादशाह बने हैं. इंसानों को गुलाम बनाकर हजारों बादशाह बने हैं, लेकिन गुलामों को इंसान बनाकर सिर्फ एक ही बादशाह बने हैं. लेकिन गुलामों को इंसान बनाकर सिर्फ एक ही बादशाह बने हैं, और वो है डॉक्टर भीमराव रामजी अम्बेडकर. ഇപ്പോൾ ഒരു പ്രസംഗം കഴിഞ്ഞ് അതിനുശേഷം ബാക്കിയുള്ള നിരവധി പേര് കാണാൻ വരുന്നുണ്ട്, അതിന്റെ അഭിനന്ദനം അറിയിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ സംസാരങ്ങളും മറ്റും ആയിട്ട് ഇപ്പോൾ തൊണ്ടയ്ക്ക് ശബ്ദം കുറച്ച് സ്ട്രെയിൻ ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് പ്രേക്ഷകർക്ക് ഇപ്പം ആളിനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു വേദിയിലേക്ക് എത്തപ്പെട്ടത്? ഇത് ഞാൻ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സിൻ്റെ അണ്ടറിലുള്ള നെഹ്റു യുവ കേന്ദ്രയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് പോയത്. അപ്പോൾ അവർക്ക് ഇങ്ങനെ സർക്കുലർ കിട്ടി ഒരു പാർട്ടിസിപ്പൻറ്റിനെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് വിടണമെന്ന്. അപ്പോൾ ഞാൻ നാഷണൽ യൂത്ത് പാർലമെൻറ്റിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മികച്ച പെർഫോമൻസ് വെച്ച് അവരെന്നെ സെലക്ട് ചെയ്തു. അപ്പോൾ എല്ലാ സ്റ്റേറ്റിൽ നിന്നും 29 സ്റ്റുഡൻസ് സെലക്റ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 3 minutes ഡ്യൂറേഷനുള്ള ഒരു സ്പീച്ച് നമ്മൾ അയച്ചു കൊടുക്കണം. കാരണം അവിടെ പോയിട്ട് ഒരു 7 മെമ്പേഴ്സിന് മാത്രമേ ആക്ച്വലി അവിടെ പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്പീച്ച് അയച്ചു കൊടുത്തു. അത് അവരുടെ ഡൽഹിയിലുള്ള ഇന്റേണൽ കമ്മിറ്റി അനലൈസ് ചെയ്തു. എന്നിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെയാണ് പോയത്. ആ ഒരു സെലക്ഷൻ കിട്ടിയെന്ന് തോന്നിയപ്പോ ആ ഒരു മൊമെന്റ് എന്താ തോന്നിയത്? മോനെ മനസ്സിൽ ഇടുപൊട്ടി? അല്ല, വളരെ മെമ്മറബിൾ ആയിരുന്നു. കാരണം നമ്മൾ ആക്ച്വലി ഞാൻ പ്രസംഗിക്കുന്നത് അംബേദ്കർ സാറിനെ കുറിച്ചാണ്. അത് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി ഉണ്ടാക്കിപ്പെട്ട് ആ ഒരു ഹാളിൽ വെച്ച് സാറ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെ അംബേദ്കർ സാറിനെ പറ്റി ഇങ്ങനെ പറയാൻ പറ്റുന്നത് തന്നെ വളരെ ഒരു നല്ല സന്തോഷം. നിരവധി വിശിഷ്ട വ്യക്തികൾ, നിരവധി രാഷ്ട്രത്തിന്റെ തലവന്മാരൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം ആ ഒരു വേദിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം അവരെ കണ്ടപ്പോഴെന്താ തോന്നിയത്? ആ ഒരു മൊമെന്റ് കഴിഞ്ഞിട്ട് ആ ഒരു വേദിയിൽ നിന്ന് സംസാരിച്ചതിന് ശേഷം ആരാണ് ഫസ്റ്റ് വന്നൊരു അഭിനന്ദനം പറഞ്ഞത്? അത് ആക്ച്വലി ഈ എന്നെ വിളിച്ചത് കുറെ ലാസ്റ്റിലോട്ടാണ് വിളിച്ചത്. അപ്പോൾ ലോക്സഭാ സ്പീക്കർ ആക്ച്വലി ഫുൾ ഇവന്റിന് ഇല്ലായിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ സ്പീച്ചൊക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പൊ തന്നെ ഒരു എന്താ പറയാ, ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചാണല്ലോ പറയണത്. പിന്നെ ഞാൻ സ്പീച്ച് കോമ്പറ്റീഷൻസിലൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. മൈക്ക് കിട്ടിയാ പിന്നെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ സാറിൻ്റെ കൂടെ ഇരുന്ന് സെക്രട്ടേറിയറ്റ് ജനറൽ ഉണ്ട് ലോക്സഭയുടെ. അപ്പോൾ സാറുമായിട്ടൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാർ എന്നെ ദൂരേന്ന് തന്നെ വിളിച്ചു, യു ആർ ഫ്രം കേരള, യുവർ സ്പീച്ച് വാസ് വെരി ഗുഡ് അങ്ങനെ പറഞ്ഞു. പിന്നെ ലോക്സഭ സ്പീക്കർ സാറിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും വെരി ഇൻസ്പയറിംഗ് എന്നും പറഞ്ഞ് എൻ്റെ വീഡിയോ ആണ് ഷെയർ ചെയ്തത്.
പിന്നെ ഇവിടുന്ന് നിയമസഭ സ്പീക്കർ സാറും എന്നെ ഇന്നലെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്തു. അപ്പോൾ എല്ലാം കൊണ്ടും എല്ലാവർക്കും എൻ്റെ സ്പീച്ചും എൻ്റെ വേർഡ്സും ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് സന്തോഷം. പാർലമെന്റ് കണ്ടപ്പോൾ എന്താ തോന്നിയ മനസ്സിൽ? കണ്ടപ്പോൾ ഭയങ്കര, നമ്മൾ ഈ ഹിസ്റ്ററി ഉറങ്ങുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ അവിടെ കയറി പോകുന്നത്. പിന്നെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺസ് ഒന്നും അലൗഡ് അല്ല. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ കയറുമ്പോൾ തന്നെ എല്ലാം ഒന്ന് ക്യാപ്ചർ ചെയ്ത് ഫോണിനകത്ത് വെക്കാൻ അങ്ങ് തോന്നും. പക്ഷെ അത് മാത്രമേ ഇതായിട്ട് തോന്നിയുള്ളൂ. പക്ഷെ കണ്ടപ്പോ ഒക്കെ നമ്മൾ ഇവിടെ ആണല്ലോ പോയതെന്ന് ഒരു ഫീലിംഗ് അവിടെ അങ്ങനെ സ്ട്രൈക്ക് ആയില്ല. അപ്പൊ അത് ഭയങ്കര എനിക്ക് പെട്ടെന്ന് ഈ ഒരു അവിടെ എത്തപ്പെടുന്ന ഒരു സ്ട്രൈക്ക് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്ന ഈ മഞ്ജു വാര്യർ, അത് വേറൊരു കഥാതന്തുവാണെങ്കിൽ പോലും നമ്മൾ ഈ ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ രാഷ്ട്രപതി കാണാൻ പോകുന്നത് അത് രാഷ്ട്രപതി ഭവനാണെങ്കിൽ ഇത് പാർലമെന്റ് ആണ്. അപ്പം ഒരു പ്രിപ്പറേഷനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ യാത്ര തിരിക്കുന്നതിന് മുമ്പേ അവിടേക്ക് പാർലമെന്റിലേക്ക് പോവുകയാണ്, ആ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ പോവുകയാണെന്ന് അറിയുന്നു. അതിനുശേഷമുള്ള ഈ ഒരു പേഴ്സണലി നടത്തിയ ഒരു പ്രിപ്പറേഷൻ, പ്രസംഗമായാലും ആ ഒരു യാത്രയ്ക്കായാലും ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഒരു തയ്യാറെടുപ്പ് നടത്തിയത്? സ്പീച്ചിന്റെ പ്രിപ്പറേഷൻ ആണ്. സ്പീച്ചിന്റെ പ്രിപ്പറേഷൻ ആണെങ്കിൽ ഞാൻ കുറെ ഇങ്ങനെ കണ്ടന്റ്സ് ഒക്കെ വായിച്ചു. ഞാൻ സ്ഥിരം ഒരു സ്പീച്ച് ചെയ്യുന്നതിന് മുമ്പേ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെയായിരുന്നു. ഞാൻ ആദ്യം ഒരു സ്പീച്ച് എഴുതി നോക്കി, ചെയ്തു, റെക്കോർഡ് ചെയ്തു. പക്ഷെ അത് എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരുന്നു. എല്ലാവർക്കും കാണിച്ചപ്പോ അവരും ഇങ്ങനെ പറഞ്ഞു, ഇത്രയും വലിയ ഒരു വെന്യൂല് പോകുമ്പോ ഇതൊക്കെ മതിയോ എന്ന്. അപ്പൊ പിന്നെ ഞാൻ എന്റെ തോട്ട്സ് ആയിട്ട് പിന്നെയാണ് ഫൈനലായിട്ട് ഈ സ്പീച്ച് എടുത്തത്. പിന്നെ അങ്ങോട്ട് പോകുന്നതാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ കുറെ സ്ഥലത്ത് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ പേരൻസിന് വരുന്നോണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവിടുത്തെ ഒരു പ്രോട്ടോകോള് അവർക്ക് എൻ്റെ കൂടെ താമസിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ വന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ തനിയാണ് പോയത്. അങ്ങനെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ല, പോകുന്നു വരുന്നു. സുഹൃത്തുക്കൾക്കിടയിൽ നിന്നിപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു പോവുകയാണെന്ന് അറിഞ്ഞു തിരിച്ചത് വന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു റെസ്പോൺസ്? ആക്ച്വലി ഞാൻ എൻ്റെ കുറെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയി പറഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഭയങ്കരമായിട്ട് ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ട് എല്ലാവരും ഇങ്ങനെ സർപ്രൈസ് ആവുമെന്ന് വിചാരിച്ചു. പക്ഷെ ഫോൺസ് അലൗഡ് അല്ല. അപ്പൊ വൈകിട്ട് വന്ന് ഞാൻ സ്പീച്ചിന്റെ സ്റ്റാറ്റസ് ഒക്കെ ഇടും. പക്ഷെ ഞാൻ വൈകിട്ട് വന്നപ്പോ ഫോണിൽ മെസ്സേജോട് മെസ്സേജ് ആയിരുന്നു. എല്ലാരും എന്നെക്കാട്ടി നേരത്തെ അറിഞ്ഞു. അവരിങ്ങോട്ടാണ് എനിക്ക് വീഡിയോ അയച്ചു തന്നത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഒരു സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫേസ്ബുക്കും നമ്മൾ ഇൻസ്റ്റാഗ്രാമും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഫോളോവേഴ്സിന്റെ ആയാലും ഈ റിക്വസ്റ്റ് വരുന്നതിലൊക്കെ കൂടിയിട്ടില്ലേ? മെസ്സേജസ് വരുന്നില്ലേ? മെസ്സേജസ് വരുന്നുണ്ട്. നമുക്ക് പരിചയമില്ലാതെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ നമ്മുടെ പ്രസംഗം കേട്ടിട്ട് ഒരു മെസ്സേജ് വരുമ്പോൾ എങ്ങനെയാണ് ഉള്ളിൽ ഇപ്പൊ നമുക്ക് ഇത് മുമ്പോട്ടുള്ള ഒരു ജീവിതത്തിന് ഇത്തരത്തിലുള്ള പ്രസംഗം നടത്തുവാനും അതിലെ വ്യക്തി ജീവിതത്തിനും ഇതൊക്കെ ഒരു സ്വാധീനമാകുന്നതല്ലേ? അതെ, ആക്ച്വലി ഞാനിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോമ്പറ്റീഷൻസിൽ പാട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാത്തിന്റെ ഒരു അമാൽഗമേഷൻ ആണ് ഇവിടെ സംഭവിച്ചത്. ലൈക്ക് അതിൽ നിന്ന് ഇമ്പ്രൂവ് ആയി വന്നിട്ടാണ് ഇപ്പൊ ഒരു നല്ലൊരു പ്രസംഗം ആയത്. അപ്പൊ എല്ലാവർക്കും എന്റെ വേർഡ്സ് ഇഷ്ടപ്പെട്ടു. അതാണ് എനിക്ക് ഏറ്റവും ആ ഒരു പ്രസന്റേഷൻ സ്റ്റൈലായാലും സാധാരണ നിന്ന് നമ്മൾ കാണുന്ന ഒരു വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് അറിയാം, സാധാരണ നിന്നൊരു പ്രസംഗിക്കുന്നതിൻ്റെതായ ഈ ഒരു വലിയൊരു വേദിയിൽ, പാർലമെന്റ് പോലുള്ള വലിയൊരു വേദിയിൽ ചെന്ന് നിൽക്കുമ്പോൾ വളരെ കൂളായിട്ട് വളരെ പ്രസന്റബിൾ ആയിട്ടാണ് ഒരു പ്രസംഗം നടത്തുന്നത്. ഒരു സാധാരണ നമ്മൾ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ടെൻഷൻ ആകുമ്പോൾ നമ്മളൊന്ന് വടിവെത്ത് അനങ്ങാതിരിക്കും. പക്ഷെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആയാലും ഒരു ഹാൻഡ് മൂവ്മെന്റ് ഒക്കെ ആയാലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലാണ്. കൂടുതലും ഈ ഒരു പ്രായത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്നതാണ്. ഈ പ്രസംഗമല്ലാണ്ട് ഇഷ്ടപ്പെട്ട മറ്റൊരു മേഖല എന്താണ്? ക്വിസിങ് ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജിൽ ക്ലബ്സ് ഉണ്ട് നമുക്ക്. ഇങ്ങനെ ഡിബേറ്റിംഗ് ക്ലബ്ബ്, ലെക്ടേൺസ്, ക്വിസിംഗ് ക്ലബ്ബ്, യുണീക്ക് എന്നും പറഞ്ഞുണ്ട്. നമ്മൾ കയറുമ്പോൾ തന്നെ ഇതിന്റെ പാട്ടാവും. അപ്പോൾ ഡിബേറ്റിംഗ് ഒക്കെ അവിടെ നിന്നാണ്. നമുക്കിങ്ങനെ ഇൻഫോർമൽ ആയിട്ട് നമ്മളിങ്ങനെ ടോപ്പിക് എടുക്കും, അന്നത്തെ ഇങ്ങനെ ചർച്ച ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ഇമ്പ്രൂവ് ആയത്, കണ്ടന്റ് ഇമ്പ്രൂവ് ആയത്. സാധാരണ ചെറുതിലേക്ക് നമ്മൾ ചുമ്മാ ഇന്റർനെറ്റ് നോക്കുന്നു, കോപ്പി പേസ്റ്റ് അടിക്കുന്നു, അത് തന്നെ ബൈഹാർട്ട് ചെയ്തൊക്കെ പറയുന്നു. പക്ഷെ ഇങ്ങനെ ചർച്ച ചെയ്താണ് അതിന് വേറെ ഒരു ആംഗിൾ ഉണ്ടെന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ ക്വിസിങ്ങും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. കാരണം നമ്മുടെ കോളേജിൽ ഒരു പോളിസി ഉണ്ട്, ഡിബേറ്റിംഗ് ക്ലബിലുണ്ടെങ്കിൽ ക്വിസിംഗ് ക്ലബിലും വേണമെന്ന്. അപ്പൊ അങ്ങനെയാണ് ക്വിസിങ്ങിലോട്ട് വന്നത്. ഈ ഒരു പ്രായം ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ഇപ്പൊ സാധാരണ ഇന്നത്തെ തലമുറയ്ക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അപരിചിതമാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ ക്വിസിങ്ങിലായാലും ഈ ഒരു പ്രസംഗത്തിലാണെങ്കിലും വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമേ ഈ ഒരു പ്രായത്തിൽ വരുന്നുള്ളൂ. ബാക്കി നമ്മുടെ ഈ ഒരു റീൽസ് ലോകമൊക്കെ ആയിട്ടാണ് കൂടുതൽ പേരും പോകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഈ റീൽസിനോട് എന്തെങ്കിലും താല്പര്യമുണ്ടോ?
റീൽസ് ഒക്കെ നല്ലതാണ്, ഞാൻ കാണാറുണ്ട്. ഞാൻ അല്ല, ആ ഒരു എൻജോയ് ചെയ്യാനായിട്ടൊരു താല്പര്യം ഉണ്ടോ? ചെയ്യാനായിട്ട് പണ്ട് ഈ ഫസ്റ്റ് ഇയർ ഒക്കെ വന്നപ്പോൾ അത് ഭയങ്കര വൈറലായിരുന്നല്ലേ ഈ മ്യൂസിക്കലിയും ടിക്ടോക്ക്, അപ്പോൾ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഇപ്പൊ അങ്ങനെയല്ല. ബിരുദാനന്തര ബിരുദത്തിന് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരുന്നു എന്ന് കേട്ടു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ഭാവി പരിപാടി, അതായത് വിദ്യാഭ്യാസ രംഗവുമായിട്ട് എന്താണ് പ്ലാനിങ്? ഞാൻ ഇനി റിസർച്ചിലോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. JRF എടുത്തിട്ട് റിസർച്ച് ഫീൽഡിലോട്ട് പോകാനാണ് താല്പര്യം. നമ്മളപ്പോൾ ആ ഒരു പ്രസംഗത്തിൽ കേൾക്കുന്ന ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മലയാളം അറിയാം, ബാക്കി ഏതൊക്കെ ഭാഷകൾ അറിയാം? ആക്ച്വലി എൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഇങ്ങനെ പഠിക്കാൻ കുറച്ച് താല്പര്യമുണ്ട്. അപ്പോൾ തെലുങ്ക് എനിക്കറിയാം, പിന്നെ തമിഴ് കുറച്ചറിയാം, അങ്ങനെ അത്ര ഉള്ളു. വായിക്കുന്ന ശീലമുണ്ടോ? പുസ്തകങ്ങൾ വായിക്കുന്ന? വായിക്കാറുണ്ട് പുസ്തകങ്ങൾ. അപ്പം ഇഷ്ടപ്പെട്ട ഓതർ ആരാണ്? അങ്ങനെ ഞാനിങ്ങനെ പർട്ടിക്കുലർലി ഒരു ഓതറിനെ ഫോളോ ചെയ്യാറില്ല. ഏത് ബുക്കായാലും നന്നായിട്ട് തോന്നുന്ന അത് തന്നെ വായിക്കും. അച്ഛൻ മിലിറ്ററിയിലായിരുന്നു എന്ന് പറഞ്ഞു, ഒരുപാട് സ്ഥലങ്ങൾ അച്ഛനോടൊപ്പം പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏത് സ്ഥലമാണ് ഏറ്റവും ഇനി ഒരിക്കൽ കൂടി എനിക്ക് അവിടെ പോകണമെന്ന് ആഗ്രഹം തോന്നുന്ന ഒരു സ്ഥലം? അല്ല, അതല്ലെങ്കിൽ മനസ്സിൽ നമുക്കൊരു പ്ലാനിങ് ഉള്ള, അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് അവിടെ പോകണം, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കൾച്ചർ പഠിക്കണം എന്നൊക്കെ തോന്നിയിട്ടുള്ളത്? അങ്ങനെ പ്രത്യേകിച്ച് തോന്നിയിട്ടില്ല. എന്നാലും സെക്കന്ദരാബാദ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു, നല്ലൊരു സ്ഥലമായിരുന്നു. ആരാകണമെന്നാണ് ആഗ്രഹം, സ്വപ്നം? ആരാകണമെന്നാണ് ഭാവിയിൽ പഠിച്ചപ്പം JRFിന്റെ കാര്യമൊക്കെ പറഞ്ഞു, JRF ലഭിക്കണം, ആ ഒരു രീതിക്ക് ഉപരിപഠനം വളരെ മികച്ച രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പം ഭാവിയിൽ എനിക്ക് ആരാകണം എന്നുള്ളതാണ്. നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, എവിടെയാണോ ഇങ്ങനെ എത്തിച്ചേരുന്നത് അങ്ങോട്ട്. ഇപ്പോൾ ഈ പ്രസംഗം കഴിഞ്ഞു, അതിനുശേഷം ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾക്കായിട്ട് ഇവിടെ നമ്മൾ ഇതൊക്കെ മാതൃകയാക്കുന്നതാണ്. അപ്പം ഇതുപോലെ ആരെങ്കിലും ക്ഷണിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ഒരു പ്രസംഗം കണ്ടതിന് ശേഷം ഏതെങ്കിലും ഒരു പ്രോഗ്രാമിന് അങ്ങനെയുള്ള ക്ഷണങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടോ? ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്, സ്പീച്ച് ചെയ്യാനായിട്ട്? ഇപ്പൊ അവിടെ പാർലമെന്റിൽ കണ്ടു, അതിനുശേഷം ഇവിടെ അത് കണ്ടതിന് ശേഷം ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളോ ഈ സാംസ്കാരിക സമിതിയോ അത്തരത്തിൽ സ്വീകരണം തരികയും ഞങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കണം എന്ന രീതിക്ക് എക്സ് സർവീസ് ലീഗിന്ന് ഇന്നലെ വിളിച്ചിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. അത്രയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മോട് വിശേഷം പങ്കുവച്ചത് അനുഷയാണ്. മറ്റൊരു ചോദ്യം കൂടി, ഈ ഒരു പേരിന്റെ അർത്ഥം എന്നറിയണമെന്നുണ്ട്. അനുഷ പേര് ആക്ച്വലി അർത്ഥം വെച്ചിട്ടല്ല ഇട്ടത്. പേര് അച്ഛൻ്റെ പേര് അനിൽകുമാർ, അമ്മയുടെ പേര് ഷീല. അപ്പോൾ അനീഷയ്ക്ക് പകരം അനുഷ എന്നാക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഇട്ടത്. പിന്നെയാണ് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായി. ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് എന്നാണ് മനസ്സിലായത്. കേട്ട് കേൾവി നമ്മൾ അനീഷ, അനുഷ, അപ്പോൾ ഒരു ഇതുവരെ ഞാൻ അധികം കേട്ട് കേൾവി ഇല്ലാത്ത ഒരു പേരിലൊരു കൗതുകം തോന്നി, അതുകൊണ്ടാണ്. അപ്പൊ ഇത്രയും നേരം നമ്മോട് ഈ ഒരു വിശേഷങ്ങൾ പങ്കുവച്ചത് അനുഷയാണ്. ഇനി ഭാവിയിലുള്ള ജീവിതത്തിലും വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കട്ടെ. എല്ലാവിധ ഭാവുങ്ങളും. താങ്ക് യു.